ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഈസി ആയിട്ട് ഹോം മെയ്ഡ് കളേഴ്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനായിട്ട് കുറച്ച് പൗഡറും പിന്നെ ഒരു ബൗളും ഫെവിക്കോളും വെള്ളം ആദ്യം തന്നെ എടുക്കുക. എന്നിട്ട് ബൗളെടുത്ത് അതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഫെവിക്കോൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ചും കൂടി തിന്നായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വാട്ടർ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് വെച്ച് എങ്ങനെ കളേഴ്സ് ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം നമ്മൾ ചെയ്ത് നോക്കുന്നത് യെല്ലോ കളറാണ്. എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുങ്കുമമാണ് കേട്ടോ. അപ്പോൾ ഒരു നുള്ളു കുങ്കുമം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് റെഡ് അല്ലെങ്കിൽ ഒരു പിങ്ക് കളറായിരിക്കും കിട്ടുക. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുവിധം എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന ഉജാല വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കളർ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ 2 ഡ്രോപ്സ് ഉജാല നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഡാർക്ക് വയലറ്റ് കളറായിരിക്കും കിട്ടുക. അടുത്ത കളർ നമ്മൾ ഉണ്ടാക്കുന്നത് സ്കെച്ച് പെൻ വെച്ചിട്ടാണ് കേട്ടോ. നമ്മൾ കുങ്കുമം മിക്സ് ചെയ്തപ്പോൾ നമുക്ക് ഒരു പിങ്കും പീച്ചും കലർന്ന കളറാണ് കിട്ടിയത്. അപ്പോൾ ഇനി റെഡ് കിട്ടാൻ വേണ്ടിയിട്ട് റെഡ് സ്കെച്ച് പെന്നാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സ്കെച്ച് പെന്നിൻ്റെ ബാക്കിലെ ഭാഗം മാറ്റിയിട്ട് അതിൻ്റെ ഇങ്ക് 2 ഡ്രോപ്സ് ആയിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഗ്രീൻ കളറും ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് സ്കെച്ച് പെന്നിന് പകരമായിട്ട് ഫുഡ് കളറോ ഹോളി പൗഡറോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് കോഫി പൗഡർ യൂസ് ചെയ്തിട്ട് ഒരു ബ്രൗൺ കളർ ഉണ്ടാക്കിയെടുക്കാം. ഇനി അടുത്ത കളർ നമ്മൾ ഉണ്ടാക്കുന്നത് ഐലൈനർ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഐലൈനറും ഇതേപോലെ തന്നെ 2 ഡ്രോപ്സ് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ആഷ് കളറായിരിക്കും കിട്ടുക. അങ്ങനെ നമ്മളിവിടെ ഒരു 7 കളേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് വർക്കിംഗ് ആണോ എന്ന് നോക്കാം. യെല്ലോ കളറ് അത്യാവശ്യം ഓക്കെ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗ്രീനും റെഡും ഒക്കെ നമ്മൾ സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ടാണല്ലോ ചെയ്തത്. അത് നല്ല സ്മൂത്തായിട്ടും നല്ല കളറായിട്ടും കിട്ടിയിട്ടുണ്ട്. കുങ്കുമം വെച്ച് ചെയ്ത കളർ അത്ര സ്മൂത്തായിട്ടുള്ള ടെക്സ്ചർ അല്ല കേട്ടോ നമുക്ക് കിട്ടിയത്. ഒരു തരി പോലെയായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ കുങ്കുമത്തിന് പകരമായിട്ട് നമുക്ക് ചാന്ത യൂസ് ചെയ്യാം. അതും 2 ഡ്രോപ്സ് വെച്ച് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സ്മൂത്ത് ടെക്സ്ചറായിട്ട് കിട്ടും. ഇനി ഉജാല വെച്ചിട്ട് നോക്കിയതും നമുക്ക് അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോഫി പൗഡറും ഐലൈനർ വെച്ച് ചെയ്ത് നോക്കിയതും നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല സ്മൂത്തായിട്ടും നല്ല കളറായിട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ കളേഴ്സ് അങ്ങനെ സ്പ്രെഡ് ആവുന്നില്ല. പിന്നെ ഡ്രൈ ആയി കഴിയുമ്പോൾ കളർ മങ്ങിയൊന്നും പോകുന്നില്ല. അതേ കളർ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ഈസി ആയിട്ട് ചെയ്തെടുത്ത ഈ ഹോം മെയ്ഡ് കളേഴ്സ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതുപോലെയുള്ള കുട്ടി ഐഡിയാസും ഈസി ക്രാഫ്റ്റ്സും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.